മനസ്സിൽ. എങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞം. നിങ്ങൾ ഭാഗ്യവാനാണല്ലോ. ഇവൾ ഇങ്ങനൊന്നും ജീവിക്കുന്നവളല്ല. പിന്നെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇങ്ങനെ പോയെന്ന് മാത്രം. കമോൺ ഗേൾസ്. അങ്ങനെ അവൾക്കൊരു ജീവിതമായി. ഇനി നിങ്ങളെ നാലിനെയും ഏതെങ്കിലും നാളുടെ കൈപിടിച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ. ഉറക്കം പോയി. വണക്കം അണ്ണാ, ബിസിനസ് ഒക്കെ വളരെ മോശമാണ്. ഇവർക്ക് മുല്ലപ്പൂ വാങ്ങിക്കാനുള്ള കാശ് പോലും ഒന്നും കിട്ടിയില്ല. നാളെ തരാം. തന്നിട്ട് പോയാ മതി. തൊട്ടി ശിശുരു വാക്ക് പറഞ്ഞ വാക്കാണെന്ന് അറിയാലോ. തരാണ്ടിരിക്കാൻ സമ്മതിക്കൂലല്ലേ? നോക്കണ്ട തരും. കാശ് കൊടുക്കേ. കൊടുക്കാന്ന് പറയുന്നല്ലാതെ അവള് കൊടുക്കില്ല. അതാ അവളുടെ സ്വഭാവം. കൊടുക്കേ. പതിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഗേൾസ്, നമുക്ക് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോകാം. കമോൺ കമോൺ ഗേൾസ്. ഇല്ലടാ അണ്ണാ, ഒരു ദിവസം കൂടെ അണ്ണാ. ഇന്നാണ് നീ சொன்ன അവസാന ദിവസം. ഇനിയില്ലടാ. എടുക്കടാ പൈസ. അണ്ണാ, ഞാൻ നാളെ തരാം. തരണ്ടടാ. തന്നിട്ട് പാത്രം എടുത്തിട്ട് പോരാ പോതും. ഇന്നേക്ക് തരേன் നാളേക്ക് തരேன்னு சொல்லி നാളെ கொஞ்சம் അണ്ണാ രൂപ 1000 ആയിട്ട് വർഷോടാച്ചേടാ. ഈ കച്ചവടം എന്നെ പോകണം. മുല്ലേ മിണ്ടരുത്, ചവിട്ടി കുടലൂർപ്പിക്കും. ആ പാണ്ടിക്കഴി വരെ ഇനി നിന്നോട് വിരിക്കാൻ വരികയല്ല. വലിയ ഉപകാരം. നീ കാണിച്ച ഒരുമാതിരി മറ്റേ പരിപാടിയെ പോയി. ചോറോണ്ടൊരാളെ നമുക്കിപ്പോ പറഞ്ഞിട്ടില്ല. ഇതെങ്ങാനും അമ്പിയെണ്ണ അറിഞ്ഞ? അമ്പിയെണ്ണ അറിയില്ല. നീ ോട്ട് പറയത്തൂല. പഴുപ്പിച്ച പഴം, നല്ല സൂപ്പർ പഴം. പഴം 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 പഴം. അങ്ങനങ്ങ് പോയാലോ? എവിടെ കാണിച്ചേ? ഇങ്ങോട്ട് എടുക്കണ. ഞാൻ കൊടുക്കല്ല. ഞാൻ തരാം, എല്ലാവർക്കും തരാം. പോരാ, ഇതുകൂടെ തിന്നു. മതി മതി, വിട്ടോ വിട്ടോ. അങ്ങനെ പറയരുത്, എന്റെ ഒരു സന്തോഷത്തിനാ. വേണ്ട, നിക്ക. ഇന്ന് നിങ്ങൾ ഞാൻ മുഴുവൻ തീറ്റിക്കും. എത്ര പെട്ടെന്നാ കച്ചവടം കഴിഞ്ഞേ. നോക്കിയിരിക്കില്ല, വെറുതെ കിട്ടിയതല്ലേ, കഴിക്കി. ഒന്നും കൂടി എടുക്കട്ടെ? വേണ്ടേ?
ஏண்டா ஒரு மாதிரியா இருக்கே ஜுரமா അടിച്ചതിന്റെ കെട്ടൊക്കെ തീർന്ന് അതിന്റെ ക്ഷീണാക്ക ஓ ஓ சாத்திரே तेरे बिना भी क्या जीना ओ सातिरे तेरे बिना भी क्या जीना तेरे बिना भी क्या जीना फूलों में कलियों में എടി വാസന്തി ആ ഓട്ടോക്കാരനൊന്ന് പാടിക്കടി. നീ ആരാ നിന്റെ തന്ത പറയ്. കാശ് എന്നാ പാടാം തന്നില്ലെങ്കിൽ പാടില്ല ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരു കോളേജിൽ താമസിക്കുന്നവരല്ലേ അവന്റെ ആഗ്രഹമല്ലേ ഒന്ന് പാടിക്കൊടു. പോടാ പാടിയിട്ട് പോയാ മതി. ഉരിടാ. എന്നെ കൊന്നാലും ഞാൻ പാടില്ല കാലമാടമാര് ഒരു കാശും ഗുണം പിടിക്കില്ല. എന്തൊരു തെമ്മാർത്തരാത്. ഇവിടെ ചോദിക്കാൻ പറയാനൊന്നും ആരുമില്ലേ? ആരാ അവന്മാര്? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ടീമാ. അതല്ലേ പഴം പോയിട്ടും ഞാൻ പഴം പോലെ ഇരുന്നത്. കൂട്ടത്തിൽ തടിയൻ ഇടിയപ്പം, ചെമ്പുകുടൻ ചളങ്ങിയ പോലെ മോന്തയുള്ളവനാണ് കോയ, മുടി നീട്ടി വളർത്തിയ കറുമ്പൻ മാക്കാൻ, പിന്നെ മൊട്ടത്തലയൻ മുല്ല. മുല്ലയോ? അതെ, അവന്റെ അമ്മയെ വിളിച്ചിരുന്ന ഇരട്ട പേരാ മുല്ല. നല്ല തങ്കക്കുടം പോലെ ഇരുന്ന പെണ്ണ. ഏതോ ഒരു തന്നെ കേൾ പ്രേമിച്ചു. വയറ് വീർത്ത് വീട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് ഇറങ്ങിയതാ. വന്നു പെട്ടതോ കാരക്കാട് കോളനിയിലെ ബുള്ളറ്റ് മേരിയുടെ അടുത്ത്. തല നിറയെ മുല്ലപ്പൂ വെച്ച് ഈ ട്രെയിനിലെ ലാസ്റ്റ് ട്രിപ്പിൽ വരുന്ന അവളുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒന്നും മിണ്ടില്ല. എന്തു ചോദിച്ചാലും ചിരി മാത്രം. പേരറിയാത്തോണ്ട് പതിവുകാരോ അവക്കിട്ട പേരാ മുല്ല. കൊച്ചു വലുതായി മുലകുടി നിർത്തിയ ദിവസം അവൾ ഇതേ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ചത്തു. അന്ന് 3 വയസ്സുണ്ടായിരുന്ന കുഞ്ഞിനെ കോളനിക്കാര് മുല്ലയുടെ മോൻ എന്ന് വിളിച്ചു പിന്നെ അത് മുല്ലയായി. ആരോരും ഇല്ലാത്ത അവനെ വളർത്തി ഈ പരുവത്തിലാക്കിയത് കാരക്കാട് കോളനിയാ. എന്താടാ? வணக்கம் சார். சார் நாங்கள் ஷூட்டிங்காக லொகேஷன் பார்க்க வந்திருக்கோம். இவர் தமிழ்ல பெரிய டைரக்டர் தங்கசாமி. അപ്പൊ ഷൂട്ടിങ് ഞങ്ങൾ ലൊക്കേഷൻ പാക്ക വന്നത് ഈ എണ്ണം കേട്ട സ്ഥലത്താ. ഇത് മുല്ല, ഈ കോളനിക്ക് പെരിയവരി. ஓ வணக்கம். வணக்கம் ഞാൻ തൊട്ട് ശശി. வணக்கம். കുമ്പറ അങ്ങനെ വന്നേ. എനിക്ക് അല്പം സ്വല്പം ലേഡീസിന്റെ ബിസിനസ്സാ. മാത്രമല്ല നല്ല നല്ല മോഡൽസ്, നല്ല കിടലൻ മോഡൽസ് വേറെ ഉണ്ട്. சில ஷாட் யூஸ் பண்ணிக்கலாம். മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോട്ട് മതി, ആവുന്ന ഷോട്ട് മതി. தலைவரே ஷூட் பண்றதுக்கு இந்த இடம் பிடிச்சிருக்கு. நீங்க கொஞ்சம் ஹெல்ப். ഷൂട്ടിംഗ് കീറ്റിംഗ് ഇങ്ങനെ മുടിയാതെ. ഷൂട്ടിങ്ങണോ വേണ്ടേ നമ്പിയണ്ണ തീരുമാനിക്കും. എന്റെ ലേഡീസിന്റെ ഒക്കെ എന്തൊരു സാറേ. അതെല്ലാം சொல்லிருக்கல. ബുള്ളറ്റ് ഓടിക്കുന്ന രംഗം വല്ലതും ഉണ്ടെങ്കിൽ പറയണ സാറേ. ഞാൻ നല്ല കടാക്കട്ടായിട്ട് പാർപ്പിക്കും. എന്റെ പേര് തന്നെ ബുള്ളറ്റ് അതെ, നീ കൊഞ്ചം പാത്ത്. ഒറ്റയടിക്ക് സ്റ്റാർട്ടാ. അതൊക്കെ 78 ഓടനാറി. അവർ ചീത്ത അതെ, ഈ പൊക്കം കുറഞ്ഞൊരു സിനിമയിൽ സിനിമയിൽ എടുക്കൂല, ഞാൻ എടുക്കാം. കണ്ണടക്കി അടങ്ങി നിൽക്കൂ, ചുമ്മാ ഇടാ. നമ്പിയണ്ണ ദേ ഇവര് എടോ പറയ്. അണ്ണന്റെ മുമ്പിൽ കുമ്പിട്ടോ. வணக்கம் சார். நான் வந்து சினிமா டைரக்டர். സിനിമാവാ ഇടി മാലതി. വാങ്ങ സാർ, ഉള്ള വാങ്ങ സാർ, ഉക്കാര്. ഇങ്ങ് ഉക്കാര് സാർ. சார் என்னோட புது படத்துல ஒரு சாங் இருக்கு. அதுக்கு இந்த காலனி லொகேஷன் கரெக்டா இருக்கும். ഓ, പറ്റിയ സ്ഥലോ, നല്ല ഐശ്വര്യ. വൈഫാ வணக்கம். ആരാ ഹീറോ? വിക്ര. ഭയങ്കര സിനിമാ പ്രാന്താ. വിക്രമാ ജീവൻ. കുടിക്കാൻ ചായയോ ചാരായോ? இல்ல இருக்கட்டும் பரவாயில்ல. നല്ല സാധനോ. ഞാൻ എന്റെ ഗേൾസും കൂടി ഇരുന്ന് പറ്റിയതാ. ஒண்ணு வேண்டாம். இடு
சார் நீங்க ஒத்துக்கிட்டீங்கன்னா இங்க ஷூட் பண்ணலாம் അതിപ്പോ എടുക്കുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല പക്ഷേ നടക്കൂല പോയിക്കോ, പോയിക്കോ. சார் அப்படிலாம் சொல்லாதீங்க சார் கேஷ் வேணா ஒரு 25,000 வரைக்கும் கொடுத்துடலாம் சார் കാശിന്റെ കാര്യമല്ല കാശത് മതി പക്ഷേ ചെറിയൊരു പ്രശ്നം என்ன சார் നീ വന്നേ ഒന്നുമില്ല എനിക്കൊന്ന് അഭിനയിക്കണം ആ ഞാൻ പറഞ്ഞോട്ടെ അതെ ஆ പ്രശ്നം എന്താണെന്ന് വെച്ചാ சொல்லுங்க சார் എന്നെയും അമ്പി എന്നെ അഭിനയിപ്പിക്കണം. அது பண்ணிக்கலாம் சார் അങ്ങനെയാണ് എന്നെ അഭിനയിപ്പിക്കുന്നത്. ഇതെന്താ പിള്ളേരില്ല വെച്ചാ சார் யார വേണാലും നടിக்க வைக்கலாம் ആ അപ്പൊ നീ സിനിമ കയറി. എടുത്തോ. അങ്ങനെയാണ് എന്റെ കഥാപാത്രം. നിന്റെ കഥാപാത്രം നിന്റെ അമ്മ നിന്നെ 9 മാസം ഗർഭിണിയായിരിക്കുമ്പോ മരിക്കുന്നു. എന്നിട്ട് അവന് മരിക്കുമ്പോ നീ മരിക്കില്ലേ? അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് മരിക്കുന്ന കഥാപാത്രമാണ് നിന്റെ കഥാപാത്രം. പേര് ഗർഭമാരീച്ച്. അണ്ണാ കഥ എന്താന്ന് ചോദിക്കണ. അത് ന്യായം നിങ്ങൾ കഥ പറയുമ്പോ இந்த மாதிரி ஒரு காலனில இருந்து வெளியில போய் ஐஏஎஸ் படிச்சுட்டு திரும்பி வர ஹீரோ ரொம்ப இல்ல அவரை வரவேற்கிறதுக்காக இந்த காலனி மொத்தமா காத்துக்கிட்டு இருக்காங்க. அவன் வர நாள் இங்க திருவிழா மாதிரி ഏയ് തിരുവിഴ ഏർപ്പാട്